ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിക്കാം. പ്രശ്നങ്ങൾ എന്ന് ബഹുവചനത്തിൽ പറയാൻ കാരണം പലതരം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്. രോഗപ്രശ്നം, കുടുംബപ്രശ്നം, ദേവപ്രശ്നം എന്നിങ്ങനെ പ്രശ്നങ്ങൾ പലതാണ്. പ്രശ്നം എന്ന വാക്കിൻ്റെ അർത്ഥം ചോദ്യം എന്നാണ്. ഒരാൾ ജ്യോത്സ്യനെ സമീപിച്ച് താൻ അറിയാൻ ആഗ്രഹിക്കുന്നതും തനിക്ക് അജ്ഞാതമായിട്ടുള്ളതുമായ കാര്യങ്ങളെപ്പറ്റി ചോദിക്കുന്നതാണ് പ്രശ്നം. ഈ ചോദ്യകർത്താവിനെ പ്രഷ്ടാവ്, ചോദ്യം ചോദിക്കുന്നയാൾ എന്നും അയാൾക്ക് അറിയേണ്ടതായ നിഗൂഢമായ കാര്യങ്ങൾ പ്രശ്നചിന്തയിലൂടെ കണ്ടെത്തി പറയുന്ന ജ്യോത്സ്യനെ ദൈവജ്ഞൻ, വിധിയെപ്പറ്റി അറിയുന്നവൻ എന്നും പറയുന്നു. കാര്യങ്ങൾ അറിയേണ്ടവനായ പ്രഷ്ടാവിന് പകരം അയാൾ അയച്ച മറ്റൊരാളാണ് ജ്യോത്സ്യനെ പ്രാപിക്കുന്നതെങ്കിൽ അയാളെ ദൂതനെന്നും പറയും. നമ്മുടെ പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ പ്രശ്നകാരികളായ ജ്യോത്സ്യന്മാരെ പറ്റി പറയുന്നില്ല, ഉള്ളതായിട്ട് കാണുന്നുമില്ല. രാമായണം, മഹാഭാരതം, ഭാഗവതാദി പുരാണങ്ങൾ ഇവയിലൊന്നും ഓരോ കാര്യത്തിൻ്റെയും പരിണാമം എന്താണ് എന്ന് അറിയാൻ പോലും പ്രശ്നചിന്ത നടത്തിയതായി കാണത്തില്ല. കൈകേയി തൻ്റെ ആഗ്രഹമനുസരിച്ച് ഭരതനെ രാജാവാക്കാൻ പറ്റുമോ എന്ന് ഒരു ജ്യോത്സ്യനെ വിളിച്ച് ചോദിച്ചിട്ടില്ല. രാമരാവണ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് രാവണനെ ജയിക്കാൻ പറ്റുമോ എന്നറിയാൻ ശ്രീരാമനും ശ്രീരാമനെ തോൽപ്പിക്കാൻ കഴിയുമോ എന്ന് രാവണനും അറിയാൻ വേണ്ടി ജ്യോത്സ്യനെ സമീപിച്ചിട്ടില്ല. അന്ന് ജ്യോത്സ്യന്മാർ ഉണ്ടായിരുന്നെങ്കിൽ സീതയെ വീണ്ടെടുത്ത ശ്രീരാമൻ സീതയുടെ ചാരിത്രശുദ്ധി പരിശോധിക്കാൻ അഗ്നിപ്രവേശനം നടത്താൻ പറയുകയില്ലായിരുന്നു. ശ്രീരാമൻ്റെ രാജ്യാഭിഷേകം നടത്താൻ പറ്റിയ ആ മുഹൂർത്തം എന്താണ് എന്ന് തൻ്റെ ഗുരുവും ജ്യോതിഷത്തിൻ്റെ പ്രഥമാചാര്യനുമായ വസിഷ്ഠമുനിയോട് ദശരഥൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എപ്പോഴാണോ ശ്രീരാമൻ്റെ രാജ്യാഭിഷേകം നടക്കുന്നത് ആ സമയമാണ് ശുഭമുഹൂർത്തം എന്നാണ്. ആ അഭിഷേകം കൈകേയി തടസ്സപ്പെടുത്തിയതുകൊണ്ട് നടന്നതുമില്ല. അതൊക്കെ പോട്ടെ. നമ്മളിപ്പോൾ പ്രശ്നത്തെപ്പറ്റിയാണല്ലോ ചിന്തിക്കുന്നത്. പ്രശ്നത്തെപ്പറ്റിയും ദൈവത്തിനെ പറ്റിയും വിശദമായ വിവരണം വരാഹമിഹിരൻ്റെ ബൃഹത്സംഹിതയിൽ കാണുന്നുണ്ട്. ഗ്രന്ഥത്തിൻ്റെ ആരംഭത്തിൽ ദൈവജ്ഞന്മാരുടെ ലക്ഷണം നല്ല ദൈവജ്ഞൻ എങ്ങനെയുള്ളവനായിരിക്കും എന്നും മറ്റും പറയുന്നുണ്ട്. തട്ടിപ്പുകാരായ ദൈവജ്ഞ വേഷധാരികളെ പറ്റിയും പറയുന്നുണ്ട്. 303 അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ദൈവജ്ഞൻ എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് വേണം പ്രശ്നചിന്ത ചെയ്യേണ്ടത് എന്നും പറയുന്നുണ്ട്. ജ്യോതിഷത്തിലെ പ്രശ്നം എന്ന ഭാഗം ശാസ്ത്രീയമായ ഒരു കാര്യമാണോ അതോ തട്ടിപ്പും അന്ധവിശ്വാസവും ആണോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് വിക്രമാദിത്യ ചക്രവർത്തിയുടെ രാജസദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളും കാളിദാസ മഹാകവിയുടെ സമകാലീകനും ആയിരുന്ന വരാഹമിഹിരൻ പറയുന്നത് എന്താണെന്ന് നോക്കാം. ദൈവജ്ഞേന ശുഭാശുഭം ദിഗുദിതസ്ഥാനാ ഹൃദാനിക്ഷത വാച്യം പൃഷ്ടു നിജാപരാംഗഘടനാം ചാലോക്യ കാലം ധിയ സർവജ്ഞോ ഹി ചരാചരാത്മകതയാ ആസൗ സർവദർശി വിഭുഃ ശ്രേഷ്ഠാ വ്യാഹൃതിഭിഃ ശുഭാശുഭഫലം സന്ദർശയത്യാർത്ഥിനാം. അർത്ഥം: പ്രഷ്ടാവ് അഥവാ ചോദ്യകർത്താവ് നിൽക്കുന്ന ദിക്ക്, അയാളുടെ വാക്ക്, അയാൾ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്ന സ്ഥലം,
അയാൾ കൊണ്ടുവന്നിട്ടുള്ളതോ കയ്യിൽ പിടിച്ചിട്ടുള്ളതോ ആയ വസ്തു അപ്പോൾ അവിടെ വരികയോ പോവുകയോ നിൽക്കുകയോ ചെയ്യുന്ന മറ്റൊരു വ്യക്തിയുണ്ടെങ്കിൽ അയാളുടെ അവസ്ഥ, ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ബുദ്ധിപൂർവം ശുഭാശുഭ ഫലങ്ങൾ പറയണം. എല്ലാം അറിയുന്നവനും കാലസ്വരൂപനും സർവ്വതിലും ആത്മാവായി സ്ഥിതി ചെയ്യുന്നവനും ആയ വിഭു ഭഗവാൻ ഓരോ പ്രവൃത്തിയിലൂടെയും വാക്കിലൂടെയും ശുഭാശുഭങ്ങളായിരിക്കുന്ന ഫലങ്ങളെ കാണിച്ചു തരുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. പ്രശ്നവിചാരം കേവലം ഗ്രഹഗണിതത്തെ ആധാരമാക്കിക്കൊണ്ടുള്ള ജാതകഫലം കണ്ടുപിടിക്കുന്നത് പോലെയുള്ള പ്രവൃത്തി മാത്രമല്ല, അതിനേക്കാൾ പ്രധാനമായി സങ്കല്പവും വിശ്വാസവും ഒക്കെ കൂടിക്കലർന്ന ഒന്നാണ് എന്ന് വ്യക്തമാണ്. സർവദർശി വിഭു എന്ന് പറഞ്ഞതിൽ നിന്ന് ഇത് ഈശ്വരവിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് എന്നും ആലോക്യകാലം ധിയ എന്ന് പറഞ്ഞതുകൊണ്ട് ബുദ്ധിയും നിരീക്ഷണപാഠവും ഒക്കെ ഈ കാര്യത്തിൽ പ്രധാനമാണ് എന്നും അറിയേണ്ടതാണ്. പ്രശ്നമാർഗം എന്ന കൃതി സംസ്കൃത ശ്ലോകങ്ങളിൽ രചിക്കപ്പെട്ടതാണെങ്കിലും ഗ്രന്ഥകർത്താവ് മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പ്രശ്നചിന്തയിൽ ശ്രദ്ധിക്കേണ്ടതായ അനേക കാര്യങ്ങളുണ്ട്. പ്രഷ്ടാവ് ദൈവജ്ഞനെ കാണുന്ന സമയത്ത് തന്നെ ഒരു 18 കൂട്ടം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പിന്നീട് പ്രഷ്ടാവിൻ്റെ ഭവനത്തിലേക്ക് പുറപ്പെടുന്ന സമയത്തുള്ള ശകുനങ്ങൾ, വഴിയിൽ കടന്ന് സംഭവിച്ച കാര്യങ്ങൾ, ഗ്രഹത്തിൽ പ്രവേശിക്കുമ്പോഴുള്ള അനുഭവങ്ങൾ, പിന്നീട് പ്രശ്നസമയത്ത് ഉള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങളിൽ നിന്നാണ് ഫലനിർണയം ഉണ്ടാകുന്നത്. ഇതിൽ ജാതകചിന്ത കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശ്ലോകത്തിൻ്റെ അവസാനം ദേവാനാം അനുകൂലതാദിച വദേത് ബാധാഭിചാരാദ്യഭി എന്നുകൂടി പറഞ്ഞതിനാൽ ദേവതകളെപ്പറ്റിയും ബാധോപദ്രവങ്ങളെപ്പറ്റിയും ആഭിചാരക്രിയകളെപ്പറ്റിയും എല്ലാം വിശ്വാസമുള്ള ആളാണ് ഗ്രന്ഥകർത്താവ് എന്നും മനസ്സിലാക്കാവുന്നതാണ്. ദേവതകളെല്ലാം സങ്കല്പമാണെന്നും ബാധോപദ്രവം മുതലായവ മനോരോഗമാണെന്നും മന്ത്രവാദം ആഭിചാരക്രിയകൾ മറ്റും പ്രാകൃതമായ മനോരോഗ ചികിത്സാരീതിയാണ് എന്നും അന്ധവിശ്വാസങ്ങളും എല്ലാം അടങ്ങിയത് ആണ് എന്നും അറിയുന്നവർക്ക് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ജ്യോത്സ്യനെയും മാന്ത്രികനെയും സമീപിക്കേണ്ടതായ ആവശ്യം ഉണ്ടാവുകയില്ല. ഒരാൾ ജനിക്കുന്ന സമയത്തെ ഗ്രഹസ്ഥിതി നോക്കി അയാളുടെ ഭാവി ഫലം നിശ്ചയിക്കുന്നത് പോലെ ഒരാൾ ജ്യോത്സ്യനെ സന്ദർശിക്കുന്ന സമയത്തെ ഗ്രഹസ്ഥിതി നോക്കി അതാത് സമയത്ത് ജ്യോത്സ്യനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് ഉദയരാശി ലഗ്നമായിട്ടെടുത്തും അയാൾ നിൽക്കുന്ന രാശി, അയാൾ തൻ്റെ ദേഹത്ത് എവിടെയെങ്കിലും അപ്പോൾ തൊട്ടെങ്കിൽ ആ തൊട്ട അവയവം കൊണ്ട് പറയേണ്ടതായ രാശി ഇത്യാദികളെ ആരൂഢമാക്കിയും ഒക്കെയാണ് പ്രശ്നചിന്ത നടക്കുന്നത്. ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊന്നും എപ്പോഴും പൂർണ്ണമായി ശരിയായി എന്നും വരികയില്ല. അതിനാൽ ജാതകത്തെ കൂടി ആശ്രയിച്ച് ദശാകാലവും മറ്റും കണക്ക് കൂട്ടി അറിഞ്ഞും മറ്റുമാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. കൃഷ്ണീയത്തിൽ മോഷണം പോയ മുതൽ എന്താണെന്നും ആരാണ് മോഷ്ടാവെന്നും ഇപ്പോൾ ആ മുതൽ എവിടെ ഇരിപ്പുണ്ട് എന്നും മറ്റും കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മോഷ്ടാവിൻ്റെ പേര് വരെ പറയാൻ ശാസ്ത്രമുണ്ട്. പക്ഷേ ഇതൊന്നും ഈ കാലത്ത് ആരും പ്രയോഗിച്ചു കാണുന്നില്ല. കാരണം ഇതിനൊന്നും ആധികാരികത ഇല്ല. എല്ലാ പ്രശ്നവും ഇതുപോലെ തന്നെയാണ്. ഒന്നും പൂർണ്ണമായി വിശ്വസനീയം ആയി തെളിയുന്നും ഇല്ല. നമസ്കാരം.